നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി 7 വർഷത്തിന് മുകളിൽ ജയിലിൽ കിടന്നു. എറണാകുളം സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് കർശനമായ വ്യവസ്ഥാ നടപടികളോടെയാണ്. ജാമ്യ വ്യവസ്ഥകൾ ഇവയൊക്കെയാണ്: എറണാകുളം ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല, ഒരു കാരണവശാലും സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ, മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ പാടില്ല, 2 ആൾ ജാമ്യവും 1 ലക്ഷം രൂപയും കോടതിയിൽ കെട്ടിവെക്കണം. ഇവയൊക്കെയാണ് പൾസർ സുനിക്കുള്ള കണ്ടീഷനുകൾ. പൾസർ സുനിക്ക് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം അനുവദിച്ചുവെങ്കിലും ജയിലിനുള്ളിൽ വെച്ച് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ ഒരു കേസിൽ കൂടി പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നതിനായി കോടതി പരിഗണിക്കേണ്ടതായി വന്നു. ജയിലിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനാണ് ഈ കേസ്. ജാമ്യ വ്യവസ്ഥകൾ പൂർത്തിയാക്കാനും എന്തൊക്കെയാണ് വ്യവസ്ഥകൾ എന്ന് പൾസർ സുനിയെ അറിയിക്കുന്നതിന് വേണ്ടിയും കോടതി നേരിട്ട് പൾസർ സുനിയെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. 7 വർഷത്തിന് മുകളിലായി പൾസർ സുനി തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടെ സുപ്രീം കോടതിയിൽ നിന്നുമാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു കിട്ടിയത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ഏറെക്കുറെ പൂർത്തിയാക്കിയ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ഇനി പ്രധാനമായും വിധിയാണ് പുറത്തു വരാനുള്ളത്. ഈ വർഷം അവസാനത്തോടെ തന്നെ വിധി പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച ഈ സാഹചര്യത്തിൽ പ്രതി പുറത്തിറങ്ങി സമൂഹത്തോട് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു കേസിനെ ബാധിക്കുമെന്നതാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കണക്കിലെടുത്ത് കർശനമായ ഉപാധികളോടെയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം ജില്ല വിട്ട് പൾസർ സുനിക്ക് പുറത്തു പോകാനാകില്ല. അതുപോലെ തന്നെ ഒരു സിം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുപോലെ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുവാനും പാടില്ല എന്നതടക്കമുള്ള ഉപാധികൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഇവയിൽ ഏതിലെങ്കിലും വീഴ്ച വരുത്തിയാൽ പ്രതി കടുത്ത നിയമ നടപടികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ പൾസർ സുനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് പൾസർ സുനിക്ക് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ അറിയിച്ചു. അതിനെ തുടർന്ന് കോടതി പോലീസിനോട് പൾസർ സുനിയുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പൾസർ സുനിയുടെ ഓരോ നീക്കങ്ങളും പോലീസിന് കൃത്യമായി മോണിറ്റർ ചെയ്യാനുമാകും. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച വലിയൊരു കേസ് തന്നെയായിരുന്നു നടിയെ ആക്രമിച്ച കേസ്. അതിന്റെ മുഖ്യ കണ്ണിയായ പൾസർ സുനിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി ഇതിനെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്തായാലും പ്രിയ പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.